ഓക്സിജൻ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യവും കരുത്തും നേടാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടില്ലേ? പക്ഷെ സംഭവം സത്യമാണ്. അപ്പോ ഇന്റർമിറ്റന്റ് ഹൈപ്പോക്സിക് ട്രെയിനിംഗ് എന്ന ഈ കൗതുകകരമായ വിഷയത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഓക്സിജൻ അത് കുറയ്ക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഗുണകരമായി മാറുന്നത്? ഇതൊരു വിരോധാഭാസം പോലെ തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഓക്സിജൻ വിരോധാഭാസം എന്ന് തന്നെ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ഓക്സിജൻ എപ്പോഴും നല്ലതാണ് എന്ന നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണയെ ഇത് ശരിക്കും തലകീഴായി നിർത്തുകയാണ്. അപ്പോ എന്താണിതിന്റെ പിന്നിലെ രഹസ്യം? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ എന്താണ് ഈ ഇന്റർമിറ്റന്റ് ഹൈപ്പോക്സിക് ട്രെയിനിംഗ് അഥവാ IHT? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളൊരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും വായുവിലെ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. IHT ചെയ്യുന്നത് കൃത്യമായതുതന്നെയാണ്, പക്ഷെ ഒരു മലയും കയറേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ ഓക്സിജനുള്ള ഒരു സാഹചര്യം നമ്മൾ ഇടവിട്ട് വളരെ നിയന്ത്രിതമായി നൽകുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ IHTയും അപകടകരമായ രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരുന്നതും രണ്ടും രണ്ടാണ്. ഒരുപാട് നേരം ഓക്സിജൻ കിട്ടാതിരിക്കുന്നത് ശരീരത്തിന് അതീവ ദോഷകരമാണ്. എന്നാൽ IHT ഒരു വാക്സിൻ പോലെയാണ്. അതായത് വളരെ ചെറിയ അളവിൽ ഒരു നിയന്ത്രിത വെല്ലുവിളി നൽകി നമ്മുടെ ശരീരത്തെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു തരം പരിശീലനമാണിത്. ശരി, അപ്പൊ ഈ പരിശീലന രീതിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഇത് വെറുമൊരു തിയറി മാത്രമാണോ, അതോ ആരെങ്കിലും ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? എന്താണിതിന്റെ പിന്നിലെ തത്വം? സത്യത്തില് ലോകത്തിലെ പല മുൻനിര അത്ലറ്റുകളും മത്സരങ്ങളിൽ ഒരു ചെറിയ മുൻതൂക്കം നേടാനായി ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രകടനത്തിൽ കിട്ടുന്ന 1% വർധനവ് പോലും വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ടുതന്നെ ഇതൊരു പുതിയ ഫാഷനല്ല, മറിച്ച് ഫലം തെളിയിക്കപ്പെട്ട ഒരു മാർഗമാണ്. ഇനി നമുക്കിതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗത്തേക്ക് വരാം, അതായത് ഇതുകൊണ്ടുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ. ഈ പരിശീലനം കൊണ്ട് കിട്ടുമെന്ന് പറയുന്ന പ്രയോജനങ്ങളുടെ ലിസ്റ്റ് കുറച്ച് വലുതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 13 എണ്ണത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതെ, 13 ഗുണങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? ശരി, നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കോശങ്ങളുടെ തലത്തിൽ നടക്കുന്ന അത്ഭുതകരമായ ചില മാറ്റങ്ങൾ നോക്കാം. ശരീരത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയുടെ എണ്ണം കൂടുന്നു. അതായത് നമുക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു എന്ന് സാരം. പിന്നെ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന നമ്മുടെ ആന്റിഓക്സിഡന്റ് ശൃംഖല ഒരു കവചം പോലെ കൂടുതൽ ശക്തമാകുന്നു. ഏറ്റവും പ്രധാനം, കൂടുതൽ ഓക്സിജൻ വഹിക്കാൻ കഴിവുള്ള ചുവന്ന രക്താണുക്കളുണ്ടാകുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ കൂടുതൽ കാര്യക്ഷമമാവുകയാണ്. ഗുണങ്ങളെവിടെയും തീരുന്നില്ല. പലതരം രോഗാവസ്ഥകളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾ മുതൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരെ ആ ലിസ്റ്റിലുണ്ട്. മാത്രമല്ല, തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുന്നതിലൂടെ പാർക്കിൻസൺസ് പോലുള്ള സങ്കീർണമായ അവസ്ഥകളിൽ പോലും ഇതിന് നല്ലൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കും. ഈ ആശയത്തിന്റെയെല്ലാം കാതൽ ഒരുപക്ഷെ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്: നിങ്ങൾ നിർമ്മിക്കുന്നത് സാധാരണ ചുവന്ന രക്താണുക്കളെയല്ല, മറിച്ച് സൂപ്പർ റെഡ് ബ്ലഡ് സെല്ലുകളെയാണ്. അതായത് സാധാരണ കോശങ്ങളെക്കാൾ കൂടുതൽ ഓക്സിജൻ വഹിക്കാൻ ശേഷിയുള്ളവ. ഇതുകൊണ്ടാണ് എത്ലറ്റുകൾക്കിടയിൽ ഈ പരിശീലനം ഇത്രയധികം ഹിറ്റാകുന്നത്. ഇത്രയധികം ഗുണങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? ഇതിന് വലിയ ശസ്ത്രക്രിയകളോ ഒരുപാട് മരുന്നുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിന്റെ പ്രായോഗിക വശം വളരെ ലളിതമാണ്. നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് കുറച്ച് പ്രത്യേക ഉപകരണങ്ങൾ വേണം. അതിൽ പ്രധാനം ഉയർന്ന പ്രദേശങ്ങളിലെ സാഹചര്യം അനുകരിക്കാനായി വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക മാസ്കാണ്. അതോടൊപ്പം പരിശീലനം നടക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ നില സുരക്ഷിതമായ അളവിലാണെന്ന് ഉറപ്പാക്കാൻ വിരൽത്തുമ്പിൽ ഘടിപ്പിക്കുന്ന ഒരു ചെറിയ പൾസ് ഓക്സിമീറ്ററും ആവശ്യമാണ്. പരിശീലന രീതി വളരെ സിമ്പിളാണ്. കുറച്ചു മിനിറ്റ്, അതായത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഓക്സിജൻ കുറഞ്ഞ വായു ശ്വസിക്കുന്നു. അതിനുശേഷം 2 മുതൽ 5 മിനിറ്റ് വരെ സാധാരണ നോർമൽ വായു ശ്വസിക്കുന്നു. ഏകദേശം ഒരു 45 മിനിറ്റോളം ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഇടവിട്ടുള്ള രീതിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പരിശീലനത്തിനിടയിൽ നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ്
താൽക്കാലികമായി ഒരു 85% വരെ താഴുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തും. ഇതിനാണ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ അത്ഭുതകരമായ മാറ്റങ്ങൾക്കെല്ലാം പിന്നിലെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു ചെറിയ സ്ട്രെസ് നമ്മുടെ ശരീരത്തിന് ഇത്രയധികം ഗുണകരമാകുന്നത്? ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: ഹോർമെസിസ്. ഇതാണ് ഈ പ്രക്രിയയുടെ എല്ലാം അടിസ്ഥാന തത്വം. ഹോർമെസിസ് എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശികൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. വ്യായാമം പേശികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം നൽകുന്നു, അല്ലേ? അതിനോട് പ്രതികരിച്ചുകൊണ്ട് ശരീരം ആ പേശികളെ കൂടുതൽ വലുതും ശക്തവുമാക്കുന്നു. അതുപോലെ ഇവിടെ ഓക്സിജന്റെ താൽക്കാലികമായ കുറവ് ഒരു ചെറിയ സമ്മർദ്ദമായി പ്രവർത്തിക്കുന്നു. അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ ശരീരം മൊത്തത്തിൽ കൂടുതൽ കാര്യക്ഷമമായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ എന്നതിന്റെ ഒരു ശാസ്ത്രീയ രൂപമാണിത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ്: ഒരുപക്ഷേ നമ്മുടെ ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും യഥാർത്ഥ രഹസ്യം എപ്പോഴും സുഖപ്രദമായ അവസ്ഥകളിലിരിക്കുന്നതിലായിരിക്കില്ല, മറിച്ച് ശരീരം നേരിടുന്ന ചെറിയ നിയന്ത്രിതമായ വെല്ലുവിളികളിലാകാം. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം ഇവിടെ പൂർത്തിയാക്കുന്നു.